കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പല ദൈവാലയങ്ങളിലും യഹോവയായ ദൈവത്തിന്റെ 10 കൽപ്പനകൾ പഠിപ്പിക്കാറില്ല. അപ്പച്ച, 10 കൽപ്പന എന്തേ നിങ്ങളുടെ ദൈവാലയത്തിൽ അടുക്കും ചിട്ടയോടുകൂടി പ്രസംഗിച്ച് പഠിപ്പിക്കാത്തത്? അങ്ങനെ പഠിപ്പിച്ചാൽ വിശ്വാസികൾ നിങ്ങളുടെ പാദ നക്കത്തില്ലല്ലയോ? വിശ്വാസികൾ നിങ്ങൾക്ക് പാദസേവ ചെയ്യത്തില്ലല്ലയോ? വിശ്വാസികൾ നിങ്ങൾക്ക് അടിമവേല ചെയ്യത്തില്ലല്ലയോ? ഇന്നും നിങ്ങൾ കർത്താവിന്റെ മക്കളെ, പിതാവായ ദൈവത്തിന്റെ മക്കളെ അടിമകളാക്കി ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിച്ചിരിക്കുകയാണ്. 10 കൽപ്പനകൾ പഠിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം തിരുവചനം. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അങ്ങനെയാണോ? അതോ തങ്കപ്പനും സോമനും സുകുമാരനും രവീന്ദ്രനൊക്കെ നമുക്ക് ദൈവമാണോ? ദൈവമല്ല. തങ്കപ്പനൊരു സാധാരണ മനുഷ്യൻ, സുകുമാരനൊരു സാധാരണ മനുഷ്യൻ, വേലായുധനൊരു സാധാരണ മനുഷ്യൻ. യഹോവയായ ദൈവം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കുമ്പോൾ, ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, സേവിക്കരുത്. ദൈവം ആരാണ്? ദൈവം തീക്ഷ്ണതയുള്ള ദൈവം, തീക്ഷ്ണതയുള്ള ദൈവം. ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അത് കഠിന പാപമാകുന്നു. കാരണം എന്താണ്? ആകാശത്തിന് താഴെ ഭൂമിക്ക് മേലെ ഒരേ ഒരു നാമമേ ഉള്ളൂ, കർത്താവായ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ നാമം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. മറ്റൊരു നാമവുമില്ല. കർത്താവായ ദൈവം, പിതാവായ ദൈവം സൃഷ്ടിച്ചതിനെ നീ സ്വരൂപമാക്കി വിഗ്രഹമാക്കി നീ അതിനു മുന്നിൽ വണങ്ങുന്നുവെങ്കിൽ അതിൽ കൂടുതൽ പാപം നീ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അപ്പച്ച, മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, യഹോവയായ ദൈവത്തിന്റെ നാമം നീ വൃഥ എടുക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദൈവത്തെ പിടിച്ച് ഇടയിക്കയറ്റരുത്. നീ കൊലപാതകം ചെയ്തിട്ട്, നീ വ്യഭിചാരം ചെയ്തിട്ട്, നീ മോഷ്ടിച്ചിട്ട്, നീ അമിത പലിശ വാങ്ങിയിട്ട് എന്റെ ദൈവത്തെ സാക്ഷി നിർത്തി നീ സംസാരിക്കുന്നുവെങ്കിൽ അതിൽ കൂടുതൽ പാപമില്ല എന്ന് യഹോവയായ ദൈവം തന്റെ 10 കൽപ്പനയിൽ വിവരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8, 9, 10 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ നീ ഓർമ്മിക്കുക. 6 ദിവസം കൊണ്ട് യഹോവയായ ദൈവം എല്ലാം സൃഷ്ടിച്ചു. 7-ാം ദിവസം യഹോവയായ ദൈവം വിശ്രമിച്ചു. അന്ന് ശബത്താകുന്നു, വിശുദ്ധ ദിവസമാകുന്നു. അന്ന് നീയോ നിന്റെ വേലക്കാരനോ നിന്റെ ആടുമാടുകളോ ഒന്നും തന്നെ കൃഷിക്കളത്തിൽ ഇറങ്ങാൻ പാടില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. നീ വിശുദ്ധിയോടുകൂടി, നീ പരിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ മകനായി ജീവിക്കണം, വിശുദ്ധിയുള്ളവനായി ജീവിക്കണം. അതാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ നീ ഓർമ്മിക്കുക. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നീ ജീവനോടിരിക്കുവാൻ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് പാദസേവ ചെയ്യണം, അവരെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അവരെ അടിച്ച് പുറത്താക്കുകയല്ല വേണ്ടത്. അതെ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നിന്റെ മക്കൾക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നിന്റെ തലമുറകൾക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ മാതാപിതാക്കളെ, നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്ന് യഹോവയായ ദൈവം പറയുന്നു. അപ്പച്ച, ഇനിയുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ സംസാരിക്കുന്നു,
കൂട്ടുകാരന്റെ ഏതൊന്നും നീ ആഗ്രഹിക്കരുത്. അവന്റെ ആടുകൾ, അവന്റെ മാടുകൾ, അവന്റെ കൃഷിസ്ഥലം, അവന്റെ സമ്പത്ത്, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, ഇത് ഒന്നും തന്നെ കൂട്ടുകാരന്റെ ഏതൊന്നും നീ ആഗ്രഹിക്കരുത്, തുടരുതെന്ന് യഹോവയായ ദൈവം നിന്നോട് പറയുന്നു. അപ്പച്ച, ഈ വചനങ്ങളെ, ഈ 10 അക്കമിട്ട് ദൈവാലയത്തിൽ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. ജനങ്ങൾ നന്നാകട്ടെ, മാനസാന്തരപ്പെടട്ടെ, മക്കൾ നല്ല വഴിക്ക് വരട്ടെ. വിട്ടിവേഷം കെട്ടുന്നത് അപകടമാണ്. ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. ആമേൻ.